നിത്യജീവനായി ഞാനൊരുങ്ങുവാൻ എന്നിൽ നീ നിറയണേ. ഹോളി ലാൻഡ് വിസിറ്റ് ചെയ്തവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. അതായത് നമ്മൾ ഹോളി ലാൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ താബോർ മലമുകളിൽ നമ്മളെ ഗൈഡ് കൊണ്ട് കാണിച്ചു തരും. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അടുത്തത് കാൽവരി മലയാണ്. ഈ കാൽവരി മലയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഡീവിയേഷൻ ഉണ്ട്. ആ ഡീവിയേഷൻ്റെ അവിടെ നിർത്തിയിട്ട് പറയും, ഇതാണ് ജെറുസലേം ദേവാലയം. അതായത് ഇപ്പോൾ ജെറുസലേം ദേവാലയം എന്ന് പറയാൻ തക്ക വിധത്തിലൊന്നുമില്ല. അവിടെ കുറേ കല്ലുകൾ അടുക്കി വെച്ച ഒരു മതിലാണ്. അതിനെ വീപ്പിംഗ് വാൾ എന്നാണ് പറയുന്നത്. അതായത് യഹൂദരുടെ സ്വകാര്യ അഹങ്കാരമായ ആ ദേവാലയം തകർക്കപ്പെട്ടിട്ട് അതിൻ്റെ ഒരു സൈഡ് പോർഷൻ, ഒരു മതിൽ മാത്രമുള്ള ഒരു ഇടമാണത്. അവിടെ ഇപ്പോഴും യഹൂദർ മുഖം ഇങ്ങനെ ചേർത്ത് വെച്ച് കുലുങ്ങി കുലുങ്ങി അവർ കരയും. അവരുടെ ദേവാലയം തകർക്കപ്പെട്ടതിനെ ഓർത്ത്, അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടതിനെ ഓർത്ത്. അങ്ങനെ ആ ചുവരിനോട്, ആ മതിലിനോട് ചേർന്ന് അവർ കരയുന്നതാണ് വീപ്പിംഗ് വാൾ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഇത് പറയാൻ കാര്യം, എന്ത് ഗോസ്പലിൽ ആ മതിലിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് യേശു നടത്തിയത്. അതായത് AD 70 ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. അതിനു മുമ്പ് യേശു പറഞ്ഞു ഈ ദേവാലയം തകർക്കപ്പെടും. അത് പറയാൻ കാര്യം എന്തായിരുന്നു? കാര്യം ഇതാണ്. ഒരു ദിവസം യേശുവിൻ്റെ കൂടെ കുറേ യഹൂദർ ഈ ദേവാലയം മുറ്റത്ത് നിന്നിട്ട് ആ ദേവാലയത്തെക്കുറിച്ച് പറയുകയാണ്. ആ ദേവാലയം പണിതതിനെക്കുറിച്ച്, അതിൻ്റെ വിലയേറിയ കല്ലുകളെക്കുറിച്ച്, അവിടുത്തെ കാണിക്ക വസ്തുക്കളെക്കുറിച്ച് ഇങ്ങനെ വലിയ അഹങ്കാരത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരത്തോടെ സംസാരിക്കും കാര്യമുണ്ട്. അത് 46 സംവത്സരമെടുത്ത് 10,000 പേർ പണിയെടുത്തുണ്ടാക്കിയതാണ്. അതവരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഈ അഹങ്കാരത്തോടുള്ള വാക്കുകളൊക്കെ വലിയ വാക്കുകളാണ്. ഇങ്ങനെ ഒരു പള്ളിമുറ്റത്തിരുന്ന് അഹങ്കാരത്തോടെ ദേവാലയത്തെ നോക്കി സംസാരിച്ചു കൊണ്ടിരുന്നവരുടെ ഇടയിൽ നിന്ന് യേശു പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. ഇതൊന്നും അവർക്കത്ര പിടിക്കുന്ന കാര്യമൊന്നുമല്ല. കാര്യം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ദേവാലയം, അവരുടെ തലമുറയുടെ ഭാഗമാണ് ഈ ദേവാലയം. ഇത് പറഞ്ഞിട്ട് അവർ വളരെ പൊളൈറ്റ് മാനറിലാണ് തിരിച്ച് മറുപടി ചോദിക്കുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ അടയാളം എന്താണ്? ഇത് പറയുമ്പോൾ യേശു പിന്നെ പറയുന്നത് 2ാം വരവിനെക്കുറിച്ചാണ്. ഈ 2ാം വരവിന് മുമ്പ് യേശു ഇത് പറയാൻ കാര്യം എന്തായിരിക്കും? ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പള്ളിമുറ്റത്തിരുന്ന് സംസാരിച്ചവരാരും പള്ളിക്കുള്ളിലെ ദൈവവുമായി കണക്റ്റഡ് അല്ലായിരുന്നു. അവർക്ക് ഈ ദൈവത്തെ അറിയില്ലായിരുന്നു. ആ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും അവർ മനസ്സിലാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ദേവാലയം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പള്ളിക്കകത്തുള്ള ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പള്ളി? അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. പാവം കൊണ്ട് ജീവിച്ച മനുഷ്യരാണ്, നിയമങ്ങൾ കൊണ്ട് മനുഷ്യരെ വേദനിപ്പിച്ച മനുഷ്യരാണ്. അവരുടെ ഇടയിൽ നിന്ന് ആ ദൈവത്തിലേക്ക് എത്താത്തതിനെ ഓർത്തുള്ള വിലാപമാണ് യേശു നടത്തിയത്. നിങ്ങൾ ഇതിനകത്തൊരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിലേക്ക് നിങ്ങൾ എത്തിയോ? നിങ്ങളുടെ അഹങ്കാരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. അങ്ങനെ പറഞ്ഞതുപോലെ AD 70 ദേവാലയം തകർക്കപ്പെട്ടു. പൂർണ്ണമായിട്ടും AD 90 അത് നശിപ്പിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്ന റിഫ്ലക്ഷൻ ഇതാണ്. നമ്മളൊക്കെ ഏറ്റവും വലിയ അഹങ്കാരമെന്ന് നമ്മൾ കരുതുന്ന എന്തിനേയും അത് ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും. ഈ ദൈവത്തെ മാറ്റി നിർത്തി നമ്മൾ എന്തൊക്കെ തന്നെ നേടാമെന്ന് വിചാരിച്ചാലും അതൊന്നും എങ്ങുമെത്തില്ല എന്നുള്ള തെളിവാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ഈ വാക്കിൽ മാത്രമല്ല, എല്ലാ കാലത്തും എടുത്തു നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം പണിത കുറേ മനുഷ്യരുണ്ട്. സ്വർഗത്തെ തോൽപ്പിക്കാനും ദൈവത്തെ തോൽപ്പിക്കാനും അവർ ഒരുമിച്ച് നടത്തിയ യജ്ഞമായിരുന്നു അത്, ഒരു കമ്മ്യൂണിറ്റി വർക്ക്. എന്നാൽ ദൈവം ചിതറച്ച് കളഞ്ഞു. അവർക്ക് അവരുടെ ഭാഷയെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഓരോരുത്തരും ഓരോ രീതിയിൽ സംസാരിച്ചു. പരസ്പരം മനസ്സിലാകുന്നില്ല ആരെന്താ പറയുന്നത്. അതിനൊറ്റ കാരണം എന്തായിരുന്നു? കാരണം അവർ ദൈവത്തെ തോൽപ്പിക്കാൻ വിചാരിച്ചുകൊണ്ടാണ്, അഹങ്കരിച്ചത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു തെളിവിതാണ്, നമ്മുടെ സ്വകാര്യ അഹങ്കാരമെന്ന് കരുതുന്ന എന്തിനേയും ചിതറിച്ച് കളയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിന് പുറത്ത് നമ്മൾ എന്തിനെക്കുറിച്ച് അഹങ്കരിച്ചാലും ആ ദൈവത്തിലേക്ക് എത്തിയില്ലെങ്കിൽ തകർക്കപ്പെടും. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടേതെന്ന് കരുതി തല ഉയർത്തി നമ്മൾ എന്തിനേക്കെയാണോ ആശ്രയിച്ച് സംസാരിക്കുന്നത് അതൊക്കെ നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഓർക്കണം, ഇതൊക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുനാഥ, അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ.
അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ വാനമേഘേ കോടിദൂതരുമായി അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ എന്നെയും ചേർക്കണേ യേശുനാഥ അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കണേ. തേജസ്സിൻ വാടാമൂടി ചൂടുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണേ. എന്റെ കളങ്കമെല്ലാം മാറിടാൻ നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ എന്റെ കളങ്കമെല്ലാം മാറിടാൻ നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ എന്നിൽ നീ നിറയണേ യേശുനാഥ അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. കനിവിൻ നാഥനെ കനിവു ചൊരിയണേ. കരങ്ങളിൽ എന്നെ താങ്ങണേ. അലിവു നിറയും സ്നേഹസാന്ത്വനം കരുണയോടെ എന്നിൽ പകരണേ. എന്റെ ദേഹം മണ്ണോടു ചേരുമ്പോൾ സ്വർഗഭവനമെനിക്കായി തുറക്കുവാൻ എന്റെ ദേഹം മണ്ണോടു ചേരുമ്പോൾ സ്വർഗഭവനമെനിക്കായി തുറക്കുവാൻ എന്നിൽ നീ കനിയണേ യേശുനാഥ അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. ഞരങ്ങുന്നു കുറുപ്രാവു പോൽ നിൻ സന്നിധേ. വാനമേഘേ കോടിദൂതരുമായി അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ വാനമേഘേ കോടിദൂതരുമായി അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ എന്നെയും ചേർക്കണേ യേശുനാഥ അങ്ങേ വരവിനായി